ഹൃദയത്തിൽ വേദന തോന്നുന്നുണ്ട്. അവർക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുടുംബം പുലർത്താനല്ലേ എല്ലാവരും വരുന്നത്. അതുകൊണ്ട് അവരെയും സംരക്ഷിച്ചേ പറ്റും സർക്കാർ. ആർക്കൊക്കെ സൗജന്യം കൊടുക്കണമെന്ന് ചേച്ചി പറയുന്നത്? 60 വയസ്സ് മേലുള്ളവർക്കും കൊടുക്കണം, ഹൃദ്രോഗികൾക്ക് കൊടുക്കണം, നടക്കാൻ പാടില്ലാത്തവർക്ക് കൊടുക്കണം, പിന്നെ ക്യാൻസർ രോഗികളൊക്കെ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും സൗജന്യം. എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്തോട്ട് എനിക്ക് പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ, ട്രാൻസ്പോർട്ട് ഇല്ല. ഞാനിപ്പം പ്രൈവറ്റ് ബസ് ആശ്രയിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. സമരമാണോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? പാവം തോന്നുന്നുണ്ട്. അവരും ജീവിക്കാൻ വേണ്ടിയല്ലേ. എല്ലാവർക്കും ഒന്നും കൊടുക്കണ്ടേ, പാവങ്ങൾക്ക് കൊടുക്കണം. ഉള്ളവന് പണക്കാർക്ക് ഇതിനകത്ത് കൊടുക്കാൻ പാടില്ല ഒന്നും തന്നെ. അത് ഒരു ദിവസം കൊണ്ടുപോയില്ലെങ്കിലേ ഒരു ദിവസം വീട്ടിൽ ജോലിക്ക് ഇറങ്ങിയാൽ ഇവർക്കുണ്ടോ? സൗജന്യ യാത്രയിൽ ആരൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? പണക്കാരും കൊണ്ട് പാവങ്ങളും ഉണ്ട്, ഗവൺമെന്റ് ജോലിക്കാരും പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. തൊഴിലാളികൾ 1000 രൂപ 1200 രൂപ ശമ്പളം കിട്ടുന്ന തൊഴിലാളികൾ 300-400 രൂപ ചെലവ് കാശെടുത്താണ് കേരളത്തിൽ ഇപ്പോൾ ബസ് സർവീസ് നടത്തുന്നത്. ഇതിൽ വലിയൊരു അപകടം എന്ന് പറയുന്നത്, ഒരു പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ആലോചനകളില്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇത് നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണ്. അത് ഒരുപാട് ജീവനക്കാരും അതിൻ്റെ ഉടമസ്ഥന്മാരും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പദ്ധതിയായിപ്പോയത്. അപ്പോൾ ഇത് പ്ലാനിംഗ് ഇല്ലാതെ നടത്തിയതിൻ്റെ ഒരു അപകടമാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് അതിനകത്തൊരു പുനർവിചിന്തനം നടത്തണം. എല്ലാ വ്യവസായങ്ങളും, സ്വകാര്യ ബസ് വ്യവസായം എന്ന് പറയുന്നത് 5500 കോടിയിലധികം രൂപ കേരളത്തിൽ മുടക്കി നടത്തുന്ന ഒരു വ്യവസായമാണ്. ആ വ്യവസായം സംരക്ഷിക്കുന്നതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട്. ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങളൊരു അധികാരത്തിലെത്താനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടോ ഉള്ള ഒരു സമരമല്ല. ഞങ്ങൾക്കും ജീവിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു സമരത്തിൽ ഈ തൊഴിലാളികളും മുതലാളിമാരും എല്ലാം നിലവിലെ അവസ്ഥ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് കയറ്റിയിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം കയറ്റിയിട്ട് പോയാൽ ഇത് നശിച്ചു പോകും, തൊഴിലാളിക്ക് ജോലിയില്ലാതാവും. ഇത്രയും തൊഴിലാളികൾ ഈ ഉടമസ്ഥന്മാരെ വിശ്വസിച്ച് ഈ ഫീൽഡിലേക്ക് വന്നവരാണ്. അപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇത് ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്.